नमाज कैसे होगा पंकज जी? अब नमाज भी होगी, अरदास भी होगा, इबादत भी होगी, पूजा भी होगा। ये मुल्क भाजपा आरएसएस के नेताओं की बात की बपौती नहीं है कि ये रोक लेंगे। कुर्बानी होगा इस बार? बिल्कुल, क्यों नहीं होगा? तो बोलिए कुर्बानी होगा। बिल्कुल कुर्बानी होगा। जैसे हम होली में कुर्बानी देते हैं वैसे बकरा ईद पर मुसलमान भाई करेंगे। किसी के बाप का है दहेज? भाजपा आरएसएस के नेताओं ने दहेज में लेकर आया है। നമസ്കാരം. ഏത് കാലത്തും ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ പ്രതികൂട്ടി നിർത്തിക്കൊണ്ട് ഈ ലോകത്തിലെ അവർ ജീവിക്കാൻ കഴിയാത്ത വിധം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് കൊന്നൊടുക്കിക്കൊണ്ട് അവരെ എന്താ പറയുക മനുഷ്യരായിട്ട് പോലും അംഗീകരിക്കാത്ത വിധത്തിൽ ശല്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ കുട്ടികളെ കൊന്നൊടുക്കിക്കൊണ്ട് സ്ത്രീകളെ പീഡിപ്പിച്ചുകൊണ്ടൊക്കെ ആണ് കടന്നുപോയിട്ടുള്ളത്. നമുക്കറിയാം കാലം. ഹിറ്റ്ലറുടെ കാലത്ത് ആ സമയത്ത് ജൂതന്മാരായിരുന്നു അതിന് ഇട വന്നിരുന്നെന്നുണ്ടെങ്കിൽ ഈ ആധുനിക കാലത്ത് ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളാണ്, ലോക മുസ്ലിങ്ങളാണ്. നമുക്കറിയാം ട്രംപ് ഇറാനിൽ കയറി അടിക്കാൻ അവർക്ക് തോന്നിയ ഒരു സമയം ലോക മുസ്ലിങ്ങളെല്ലാം നോമ്പ് റംസാൻ വ്രതം തുടങ്ങി. അതായത് ക്ഷമയുടെയും സഹനത്തിൻ്റെയും എന്താ പറയുക ത്യാഗത്തിൻ്റെയും ഒക്കെ ആ മാസം, ആ പുണ്യമാസത്തിൽ അവർ മുസ്ലിങ്ങൾ ഒരുപക്ഷെ ഏറ്റവും പുണ്യമായിട്ട് കാണുന്ന റമദാൻ മാസത്തിൽ, ആ മാസത്തിൽ തന്നെയാണ് അവിടെ അതിക്രമിച്ച് കയറി യുദ്ധം തുടങ്ങിയത്. ആ സമയം തന്നെ തെരഞ്ഞെടുത്തത് എന്താ കാരണം? അത് ട്രംപ് ഇവിടെ ഗോവധ നിരോധന നിയമവും മറ്റ് അറക്കുന്നതിനുള്ള ചില കണ്ടീഷൻസും ഒക്കെ ഏതോ കാലത്തെ ഉണ്ട്. പക്ഷെ ചില നിയമങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഇപ്പോൾ ഈ ബക്രീദുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന അറവ് തന്നെ അന്നേ ദിവസം ആ അറവ് നടത്തണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 8 മുതൽ 10, 12 വരെ ചിലപ്പോൾ 20 കന്നുകാലികൾ ഉണ്ടാവും അറക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം അറുത്ത് അത് അന്ന് തന്നെ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ഒരു 4 മണിക്ക് 3 മണിക്കുള്ളിൽ തന്നെ അതെല്ലാം വീടുകളിൽ എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. ഏതെങ്കിലും ഒരു അംഗീകൃത അറവുശാല വേണം, അവിടെ തന്നെ ചെയ്യണം എന്ന് വാശി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തെ മുഴുവൻ അല്ലെങ്കിൽ ഒരു ദേശത്തെ മുഴുവൻ കന്നുകാലികളെ ഈ വിധത്തിൽ അറുത്ത് മാംസം അവർക്ക് തന്നെ ലഭിച്ച് അതായി വരാൻ എത്ര ദിവസം സമയമെടുക്കുന്നു ചിന്തിക്കും. ഒരു കാലി അറുക്കണ കാര്യമല്ല പറയണേ. ഇങ്ങനെ പരിസരത്തൊക്കെ ധാരാളം കന്നുകാലികളുണ്ടാവും. ഇത് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ഓരോ പഞ്ചായത്തിലും ചുരുങ്ങിയത് ഒരു 4 അറവുശാലയെങ്കിലും വേണം. നമ്മളൊരു ജില്ലയിൽ ഒരു അറവുശാലയില്ല, അതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ ഈ നിയമം നടപ്പിലാക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അറവുശാലകളിൽ നടക്കുന്നത് പോലെ വൃത്തിയായും വെടിപ്പായും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത വിധത്തിൽ, പരിസ്ഥിതിക്കോ മനുഷ്യർക്കോ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. ഇതാണ് ഇന്ത്യയിൽ മുഴുവൻ നടന്നു വരുന്നത്. അല്ലാതെ എല്ലാ സൗകര്യം ഉണ്ടോ? ഇവിടെ എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസമാണോ എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ നിയമം പാസ്സാക്കിയിട്ടുള്ള പശ്ചിമ ബംഗാളിലും ഉത്തർപ്രദേശിലൊക്കെ ഒന്ന് പോയി നോക്കണം. അവിടെ ഗ്രാമങ്ങളിൽ പഠിക്കാൻ ഇല്ല, വിദ്യാലയമില്ല, ക്ലിനിക്കുകളില്ല. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയിൽ ഒരു ഡെന്റൽ ക്ലിനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു. അന്ന് കണ്ടാൽ മതി മനസ്സിലാവും അവിടുത്തെ നില എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഉദ്ദേശം ബക്രീദുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളെ ബുദ്ധിമുട്ടിക്കുക, അവരുടെ അറവ് മുടക്കുക എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നേരത്തെ നമ്മൾ ജൂതന്മാരുടെ മണ്ടയിൽ ഈ ഹിറ്റ്ലറും ടീമും കാണിച്ചിരുന്നത് പോലെ ഇപ്പോൾ ഇറാനിൽ കയറി ട്രംപ് അടിച്ചതുപോലെ ഇവിടെ BJP സർക്കാർ മുസ്ലിങ്ങളുടെ പരിധിക്ക് കയറി, അത്രേ ഉള്ളൂ. അങ്ങനെ തന്നെ കരുതിയാൽ മതി, അല്ലാതെ എന്താ കാര്യമുള്ളത്? പക്ഷെ ഇവിടെ പോസിറ്റീവായിട്ട് മുസ്ലിം എടുത്തു. വേണ്ട, കന്നുകാലികളെ പശു ഗോവധം അങ്ങനെ ഒന്നും വേണ്ട, അറവ് വേണ്ടാന്ന് തീരുമാനിച്ചു. സംഗതി കുടുങ്ങിയതും ആകെ ഇവിടുത്തെ തൂറിയ അവസ്ഥയായി വന്നതും ഇവിടുത്തെ BJP നേതൃത്വമാണ്. ജനങ്ങൾ മുഴുവൻ എതിരായില്ലേ? കാരണം ജനങ്ങൾ മുഴുവൻ പട്ടിണിയായി, ഒരു ആത്മഹത്യയുടെ വക്കിലായില്ലേ? ഒന്നാലോചിച്ച് നോക്കൂ. ഇതാണ് നിലവിലുള്ള അവസ്ഥ. സത്യത്തിൽ വൈവിധ്യങ്ങളുടെ ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ഒരാളുടെ തറവാട് മാത്രമല്ല, ബഹുസ്വരതയുടെയും മതസൗഹാർദ്ദത്തിന്റെയും സുന്ദര ഭൂമി എന്നാണ് നമ്മളതിന് പറയുക. പണ്ടൊരു പാട്ടുണ്ട് ഇല്ലേ? അതുപോലെ മലയാള സിനിമാ ഗാനങ്ങളൊക്കെ, പഴയ സിനിമാ ഗാനങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് അതിന്റെ ബഹുസ്വരതയാണ്. വിവിധ മതങ്ങളും ഭാഷകളും സംസ്കാരങ്ങളും ഒക്കെ ഒത്തുചേരുന്ന ഒരു വലിയ ഒരു പൂന്തോട്ടമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയേണ്ട. ഒരു ലോകത്ത് ഇന്ത്യയെ പോലെ ഇന്ത്യ മാത്രമേ ഉള്ളൂ, നമ്മുടെ രാജ്യം മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയ ലാഭങ്ങൾക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കോ വേണ്ടി ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമായി മാറ്റി എഴുതാവുന്ന ഒന്നല്ല ഇന്ത്യയുടെ മതനിരപേക്ഷത എന്ന് പറയുന്നത്. ആരാധനാ സ്വാതന്ത്ര്യവും സ്വന്തം വിശ്വാസങ്ങളെ പിന്തുടരാനുള്ള അവകാശവും ഒക്കെ ഓരോ ഇന്ത്യൻ പൗരനും ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശമാണ്. നമുക്ക് കാണാൻ കഴിയും ഉത്സവങ്ങളുടെയും ആരാധനകളെയൊക്കെ ഒരുമ. അവിടെ എല്ലാ മതസ്ഥരും എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ചാണ് അതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഇന്ത്യയിൽ ഒരേ സമയം ക്ഷേത്രത്തിൽ നിന്നുള്ള മണിനാദങ്ങൾ, പള്ളിയിൽ നിന്നുള്ള ബാങ്ക് വിളി, ഗുരുദ്വാരകളിൽ നിന്നുള്ള പ്രാർത്ഥനകളൊക്കെ അന്തരീക്ഷത്തിൽ മുഴങ്ങാറുണ്ട്. ഒരാളുടെ പ്രാർത്ഥനയോ അതല്ലെങ്കിൽ
അവരുടെ ആരാധനയോ മറ്റാർക്കും തടസ്സമാകാത്ത രീതിയിലുള്ള പരസ്പര ഒരു ബഹുമാനവും ഈ രാജ്യത്തിന്റെ അടിസ്ഥാനമായിട്ടുണ്ട്. അത് തകർക്കാനാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ മതനിരപേക്ഷത അല്ലെങ്കിൽ ജനാധിപത്യം, സഹവർത്തിത്വം, സാഹോദര്യത്വം, നമുക്ക് ഇന്ത്യ എന്റെ രാജ്യമാണ് എന്നൊരു സത്യപ്രതിജ്ഞ ഉണ്ടല്ലോ, അത് ചൊല്ലി നിൽക്കുന്ന ഒരു ഇന്ത്യൻ പൗരനും അത് തകർക്കാൻ കഴിയില്ല. അത് തകർക്കാൻ ആർക്കും ഒരു അവകാശവും ഇല്ല. കേരളത്തിലെ വിഖ്യാതമായിട്ടുള്ള ശബരിമല ഒന്ന് ആലോചിച്ച് നോക്ക്. അവിടുത്തെ തീർത്ഥാടനം മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. അയ്യപ്പസ്വാമിയെ ദർശിക്കാൻ പോകുന്ന ഭക്തർ മുസ്ലിം സന്യാസിയായിട്ടുള്ള ബാബരി സ്വാമിയുടെ പള്ളിയിൽ ആദ്യം കയറണം. അവിടെ ചെന്ന് പ്രാർത്ഥിച്ച ശേഷമാണ് മല ചവിട്ടുന്നത്. നൂറ്റാണ്ടുകളായിട്ട് തുടരുന്ന ഈ ആചാരം രണ്ട് മതങ്ങൾ തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെയാണ് കാണിക്കുന്നത്. അവിടെ തന്നെ ക്രിസ്ത്യൻ ആലയമുണ്ട്. ഇവിടുത്തെ ഒരു വിഷയം അതല്ലാത്തത് കൊണ്ട് സൂചിപ്പിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലും മുഹറം ഘോഷയാത്രകളുണ്ട്, ബക്രീദ് ആഘോഷങ്ങളുണ്ട്. ഹിന്ദു സഹോദരങ്ങൾ അതിൽ പങ്കുചേരാറുമുണ്ട്. അതുപോലെ തന്നെ ദീപാവലി, ഹോളി. ഇപ്പോൾ ദീപാവലിയൊക്കെ നമ്മൾ കേരളത്തിൽ എല്ലാ മതസ്ഥരും ആഘോഷിക്കുക ഈ അടുത്ത കാലത്ത്. അതുപോലെ ഹോളി ആഘോഷങ്ങൾ, അതിന് മുസ്ലിം, സിഖ് സഹോദരന്മാർ സജീവമായിട്ട് അതിൽ പങ്കുചേരുന്നുമുണ്ട്. കാശിയിലെയും മധുരയിലുമൊക്കെ പല പരമ്പരാഗത മത്സരങ്ങളിലും ഉത്സവങ്ങളിലുമൊക്കെ വിവിധ മതസ്ഥർ ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അമ്പല കമ്മിറ്റികൾ അത് സുഗമമായി നടക്കാൻ വേണ്ടി അതിന്റെ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന ഖജാൻജി മുസ്ലിമായ സിറ്റുവേഷൻ ഇവിടെ നമ്മൾ കേരളത്തിൽ തന്നെയുണ്ട്. സിഖ് മതസ്ഥരുടെ ഗുരുദ്വാരകൾ നടക്കുന്ന ലംഗാർ എന്ന് പറഞ്ഞൊരു പൊതു അടുക്കള സിസ്റ്റമാണ്. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഭക്ഷണം നൽകുക എന്നൊരു സിസ്റ്റമാണത്. അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ ദിവസേന ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഇത് മനുഷ്യത്വമാണ്. അത് മുസ്ലിമാണോ, ഹിന്ദുവാണോ, ക്രിസ്ത്യാനോ ആണോ ഭക്ഷണം കഴിക്കുന്നതെന്ന് അവിടെ ആരും നോക്കാറില്ല. ഏറ്റവും വലിയ ആരാധന മനുഷ്യത്വമാണെന്ന് തെളിയിക്കുകയാണ് അവിടെ. ഇന്ത്യൻ ഭരണഘടന കണ്ടിട്ടുള്ളവർക്ക്, അതിർത്ത് വായിച്ചുള്ളവർക്ക് കാണാൻ പറ്റും. അതിന്റെ ആമുഖത്തിൽ മതനിരപേക്ഷത എഴുതി വെച്ചിട്ടുണ്ട്. സെക്യുലറിസം എന്ന ഒരു ആശയത്തിൽ ഊന്നി തന്നെയാണ് നമ്മുടെ ഭരണഘടന മുന്നോട്ട് പോകുന്നത് കാണാൻ പറ്റും. പൗരന്മാർക്ക് അവരുടെ ഇഷ്ടമുള്ള മതം വിശ്വസിക്കാം. അതെന്താണ് എന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. ബലമായി പിടിച്ചിട്ട് നീ മുസ്ലിം ആകണം, അല്ലെങ്കിൽ നീ ഹിന്ദു ആകണം, നീ ക്രിസ്ത്യാനാകണം എന്ന് പറയാഞ്ഞാൽ മതി. അവിടെയാണ് കുഴപ്പം. ഏതായാലും രാജ്യത്തെ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന്റെ ആരാധന രീതികളെയോ ആചാരങ്ങളെയോ അല്ലെങ്കിൽ സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തടസ്സപ്പെടുത്താൻ ഒരാൾക്കും അവകാശം ഭരണഘടന കൊടുക്കുന്നില്ല. അത് ചെയ്യുന്നത് മഹാ അപരാധമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. എല്ലാ മതചടങ്ങുകളും ഇവിടെ ഒരുപോലെ തന്നെ ബഹുമാനിക്കപ്പെടേണ്ടതാണ്. വിദ്വേഷത്തിന്റെയോ വിഘടനവാദത്തിന്റെയോ രാഷ്ട്രീയത്തിന് ഇന്ത്യയുടെ യഥാർത്ഥ സംസ്കാരത്തെ തകർക്കാൻ കഴിയില്ല. ചരിത്രകാലം മുതൽക്കേ പലായനം ചെയ്തെത്തിയ എല്ലാ മതങ്ങളെയും എല്ലാ സംസ്കാരങ്ങളെയും ഇരു കൈയും നീട്ടി സ്വീകരിച്ച പാരമ്പര്യമാണ് ഇന്ത്യയുടേത്. ഈ രാജ്യത്ത് സംസ്കാരവും പൂജയും അർദാസും ഇബാദത്തുകളും എല്ലാം ഒരുപോലെ തന്നെ നിലനിൽക്കും. കാരണം ഈ രാജ്യത്തേക്ക് കടന്നു വന്നവർ എല്ലാം വിവിധ മതസ്ഥർ, വിവിധ ദേശങ്ങളിലുള്ളവരാ. ഇവിടെ ഉള്ളവർക്ക് പ്രത്യേകിച്ച് മതമോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ പിന്നെ ഉണ്ടായി വന്നതാ. ഹിന്ദുസ്ഥാനിൽ ആരെങ്കിലും വലുതോ ആരെങ്കിലും ചെറുതോ ഇല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുകയും പരസ്പര പ്രവിശാലതയോടെ സ്നേഹിക്കുകയും ചെയ്യുമ്പോഴാണ് ഭാരതം എന്നൊരു ആശയം പോലും ഉണ്ടാകുന്നത്. പക്ഷെ ഈ ഭാരതം ഏതോ ഒരു വിഭാഗത്തിന്റെ മാത്രം തറവാട്ട് സ്വത്താണ്. അവർ മാത്രം ഇവിടെ മനസ്സമാധാനത്തോടെ ജീവിച്ചാൽ മതി. അവർ ഒഴികെ മറ്റുള്ളവർ, എസ്പെഷ്യലി മുസ്ലിങ്ങൾ, അവർ ഈ രാജ്യക്കാരെ അല്ല, ഇവിടെ നിന്ന് വിട്ടുപോയിക്കോണം എന്ന രീതിയിലുള്ള ചില നയങ്ങൾ, ചില പ്രഖ്യാപനങ്ങൾ, ചില ഭീഷണികളൊക്കെ നമ്മുടെ ആധുനിക രാഷ്ട്രീയ കാലത്തെ നേതാക്കന്മാരിൽ ചിലരിൽ നിന്നെങ്കിലും ഉണ്ടായി വരുന്നുണ്ട്. അത് വലിയ അപകടമാണ്. അതിനെയാണ് യഥാർത്ഥത്തിൽ തീവ്രവാദം എന്ന് വിളിക്കേണ്ടത്. Different angles. Don't forget to subscribe and support this channel.